Hi, I'm Farah Shibla. Welcome to my YouTube channel. അപ്പോൾ ഞാനൊരു വീക്ക്ലി വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള തീരുമാനത്തിലാണ്. അപ്പോൾ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ മുമ്പ് ഒരുപാട് യൂട്യൂബ് ചാനൽസ് കാണുകയോ അങ്ങനത്തെ കോണ്ടൻറ്റ് അധികം കൺസ്യൂം ചെയ്യുകയോ ചെയ്യാത്ത ആളായിരുന്നു. ബട്ട് ഇപ്പം ഞാനത് ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. ആൾക്കാരുടെ വീക്ക്ലി വ്ളോഗ് കാണുന്നതും വളരെ കാമിങ് ആയിട്ടുള്ള വ്ളോഗ്സൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പം മുമ്പ് ആൾക്കാർ യൂട്യൂബ് ചെയ്യുന്ന സമയത്ത് ഐ യൂസ് ടു ഫീൽ ദാറ്റ് എല്ലാം ഇങ്ങനെ ലൈക്ക് ദേ ആർ ഡോക്യുമെൻറ്റിങ് എവറിത്തിങ്. അപ്പോൾ അവർ എക്സ്പീരിയൻസസ് ഒന്നും എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ ഐ വാസ് റോങ്. ഞാൻ വിചാരിക്കുന്നത് എക്സ്പീരിയൻസ് ചെയ്യുക. ഞാൻ മുമ്പൊക്കെ ലൈഫിൽ ഞാനൊരു ഇന്ന സ്ഥലത്ത് എത്തിക്കഴിയുമ്പോഴാണ് ഞാൻ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഇങ്ങനെ നീട്ടി വയ്ക്കുമായിരുന്നു. ബട്ട് നൗ ഐ നോ എല്ലാ മൊമെൻറ്റും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ എൻ്റെ ഒരു ഹൗസ് വാമിങ്ങിൻ്റെ ഒരു യൂട്യൂബ് വീഡിയോ കിടപ്പുണ്ട്. അന്ന് എനിക്കൊരു ടീം ഉണ്ടായിരുന്നു. ആ ടീമാണ് അത് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോഴും ഞാനത് ഇടയ്ക്കിടയ്ക്ക് എടുക്കുകയും കാണുകയും അത് റീവിസിറ്റ് ചെയ്യുമ്പോൾ എനിക്കത് റീലീവ് ചെയ്യുന്ന പോലെയൊക്കെ തോന്നുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തോന്നിയാൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാരണം കൊണ്ട് നീട്ടി വെക്കേണ്ട. ബിക്കോസ് ഓൾ വി ഹാവ് ഇസ് ദിസ് ലൈഫ് ആൻഡ് ദിസ് മൊമെൻറ്റ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ വിചാരിച്ചു അപ്പോൾ ഐ എം നോട്ട് ഹൈഡിങ് എനി മോർ. ഐ എം ഓപ്പൺ ടു ഓൾ ദ എക്സ്പീരിയൻസസ്. അപ്പോൾ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് സ്കിൽസ് ഉണ്ട്. അപ്പോൾ ഈ ഇയർ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ അങ്ങനെ ഒരു റെസൊല്യൂഷൻ എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷെ ഞാൻ വിചാരിച്ചിരുന്നു ഒരുപാട് പുതിയ കാര്യങ്ങൾ ചെയ്യണം, പുതിയ സ്കിൽസ് പഠിക്കണം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് ക്ലാസിക്കൽ ഡാൻസ് ഞാൻ മുമ്പ് കുറച്ച് പഠിച്ചിട്ടുണ്ട്, അത് കണ്ടിന്യൂ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ബോക്സിങ് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അതുപോലെ വെൽനസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ എനിക്കിഷ്ടമാണ്. അതായത് ഏരിയൽ യോഗ അല്ലെങ്കിൽ പിലാറ്റസ്, ഐസ് ബാത്ത് തെറാപ്പി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളില്ലേ, അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഒരുപാട് പേര് എൻ്റെ വെയിറ്റ് ലോസിനെ കുറിച്ച് മിക്കവാറും എല്ലാ ദിവസവും എനിക്ക് ഇൻസ്റ്റഗ്രാം DMs വരാറുണ്ട്. ഞാൻ പറ്റുന്നവരടുത്തൊക്കെ ഒരു പരിധി വരെ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. ബട്ട് ഐ ഫീൽ ദാറ്റ്സ് നോട്ട് ഇനഫ്. നിങ്ങൾക്ക് ഇത് എൻ്റെ മാത്രം ഒരു വെയിറ്റ് ലോസ് ജേണിയാണ്, നിങ്ങളുടെ ബോഡിക്ക് അത് ഡിഫറെൻ്റ് ആയിരിക്കാം. ബട്ട് സ്റ്റിൽ ഞാൻ എങ്ങനെയാണ് ഒരു 83 kgs ഉണ്ടായിരുന്നു ഒരു 68 എത്തിയത് എന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ എനിക്ക് പറ്റും. ബട്ട് അത് എത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ബോഡിക്ക് അത് എത്രത്തോളം പറ്റും എന്നൊക്കെ ഉള്ളത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഐ എം നോട്ട് എ ന്യൂട്രീഷനിസ്റ്റ്, ഐ എം നോട്ട് എ ഫിറ്റ്നസ് ട്രെയിനർ ഓർ എനിത്തിങ്. ഇത് എൻ്റെ മാത്രം ഒരു ജേണി. ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യും. അപ്പോൾ എൻ്റെ അടുത്ത് അത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വേറെ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ എന്താണ് കാരണം എന്നുള്ളതിൻ്റെ വേറൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പം വെയിറ്റ് ലോസ് ഇതിന് മുമ്പും ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയില്ലേ, അതായത് എന്താ പറയുക, കുറേ തവണ ചെയ്തിട്ടുണ്ട് ഞാൻ. ആൻഡ് ഐ വിൽ ഗോ ബാക്ക് ടു ഞാനിങ്ങനെ വീണ്ടും തിരിച്ച് വെയിറ്റ് വെക്കും. അത് ഞാൻ മനസ്സിലാക്കിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ വെയിറ്റ് ഒക്കെ കുറഞ്ഞു കഴിയുമ്പോൾ നമ്മളൊന്ന് റിലാക്സ്ഡ് ആവുമല്ലോ. ആ റിലാക്സ്ഡ് ആവുന്ന സമയത്ത് ആദ്യമൊന്നും ഒരു 3-4 മന്ത്സ് വെയിറ്റിന് വലിയ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. പിന്നെ പെട്ടെന്ന് നമ്മളെ വെയിറ്റ് കൂടും. ആ 3-4 മന്ത്സ് വലിയ ചേഞ്ച് ഇല്ലായിരുന്നു, നമുക്ക് ബോഡിയിൽ അത് അത്രയും നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമുക്ക് വേണ്ട ഒരു ടാർഗറ്റ് വെയിറ്റ് എത്തിയതിന് ശേഷം അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് നമ്മുടെ ബ്രെയിന് ചിലപ്പം നമ്മുടെ ഒരു ഹയസ്റ്റ് വെയിറ്റ് ആയിരിക്കും അതിൻ്റെ ഒരു സെക്യൂർ വെയിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളിപ്പോഴും സെക്യൂർ ആണ് എന്ന് പറയുന്നതും അത് ആ ഒരു വെയിറ്റ് ഒരുപാട് കാലത്തേക്ക് ഒരു 6 to 8 months ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഏറ്റവും ടഫായിട്ടുള്ള ജോലിയും. ബിക്കോസ് ഇതുവരെ എന്ന് പറഞ്ഞാൽ എനിക്കൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അപ്പോൾ ആ സപ്പോർട്ട് ഇല്ലാതെ ആകുമ്പോഴും നമ്മൾ എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങളെ വീക്ക്ലി അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടെ ഞാനിതിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിലെന്തെങ്കിലും കാര്യങ്ങൾ ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ഐ വിൽ ബി റിയലി റിയലി ഹാപ്പി. എനിക്ക് തോന്നാറുണ്ട് ആൾക്കാർക്ക് എന്നെക്കുറിച്ചൊരു ചിന്തയുണ്ട്, ദാറ്റ് ഐ എം വെരി ബോൾഡ്, ഐ എം വെരി കോൺഫിഡൻറ്റ്, ഐ എം വെരി ബോഡി പോസിറ്റീവ്. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. എന്താ പറയുക, അങ്ങനെയല്ല. പക്ഷേ ചില ദിവസങ്ങളിലൊക്കെ കോൺഫിഡൻസിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യേണ്ടി വരാറുണ്ട്. ജസ്റ്റ് ലൈക്ക് എവ്രി വൺ എൽസ്. ഐ എം സെയിങ് എവ്രി വൺ, എല്ലാവരും ആർ ഗോയിങ് ത്രൂ ദ സെയിം തിങ്സ്. അതായത് ചില ദിവസം നമുക്ക് നാച്ചുറലി ഭയങ്കര നല്ല ദിവസമായിരിക്കും, നാച്ചുറലി ഭയങ്കര എനർജറ്റിക് ദിവസമായിരിക്കും. ചില ദിവസം നേരെ തിരിച്ചായിരിക്കും. ചില ദിവസം ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും, എന്ത് ചെയ്യാനും ലോകത്തിന് തന്നെ ഫൈറ്റ് ചെയ്ത് കളയാമെന്ന് തോന്നും.
ചില ദിവസം യു വിൽ ഫീൽ ലൈക്ക് അയ്യോ എൻ്റെ റൂമിൽ എൻ്റെ ബെഡിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നാൽ മതി. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം അതൊരു മിസ്കൺസെപ്ഷൻ ദറ്റ് പീപ്പിൾ ലൈക്ക് മോസ്റ്റ് ഓഫ് പീപ്പിൾ ഹാവ് അബൌട്ട് മീ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയല്ല, ഞാനും വളരെ വൾണറബിൾ ആണ്. അങ്ങനത്തെ വൾണറബിലിറ്റീസ് ഷെയർ ചെയ്യുന്നത് ഒരു കറേജാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ വേറെ ആൾക്കാരെ അവരുടെ വൾണറബിലിറ്റീസ് വെച്ചിട്ട് ജഡ്ജ് ചെയ്യാതിരിക്കുന്നതും നമുക്ക് ഇങ്ങനത്തെ തോട്ട്സ് ഉണ്ടാവാറുണ്ട്, നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നൊക്കെ ഷെയർ ചെയ്യുന്നത് ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ദറ്റ് അതർ പീപ്പിൾ വിൽ ഓൾസോ ഫീൽ ദറ്റ് ഓക്കെ എനിക്ക് മാത്രമല്ല. ഞാൻ പറയുന്നത് എനിക്കുണ്ടാവുന്ന എല്ലാം ഓഫ് കോഴ്സ് ഒരു മാനേജബിൾ സിറ്റുവേഷൻസ് തന്നെയാണ് കേട്ടോ. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞില്ല, നമ്മളെ പെർസ്പെക്റ്റീവ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ചില ആൾക്കാരെ ജഡ്ജ് ചെയ്യുന്നതല്ല, പക്ഷെ ചില ആർട്ട്, ചില എന്താ പറയുക ആക്ടേഴ്സ് ചെയ്യുന്ന ആർട്ടൊക്കെ കാണുമ്പോൾ ഞാൻ ചിലപ്പോൾ എന്തിനായിരിക്കും ചെയ്യണം അങ്ങനെയൊക്കെ ഞാൻ ജഡ്ജ് ചെയ്തിട്ടുണ്ട് മുമ്പേ. ബട്ട് ഐ ഫീൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരുപാട് ആൾക്കാർ നമ്മൾ പറയില്ലേ, അവരുടെ ബെസ്റ്റ് ആയിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക, അവർക്കുള്ള ഓപ്ഷൻസിലെ ഏറ്റവും ബെസ്റ്റ് കാര്യമായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക. സോ ഇഫ് വി ആർ നോട്ട് അലൈൻഡ് അല്ലെങ്കിൽ വി കാൺട്ട്, നമുക്ക് അവർ ചെയ്യുന്ന ആർട്ട് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് ഇഷ്ടമല്ല, ഓക്കെ, നമ്മളത് കാണണ്ട, അത്രയേ ഉള്ളൂ. പിന്നെ എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ തോട്ട്സ് ഒക്കെ വരും. അപ്പോൾ എൻ്റെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ അതിനെ ഖ്യാൻ എന്ന് വിളിക്കാറുണ്ട്. അങ്ങനെ ഒരു അഡ്വൈസ് ഒന്നുമല്ല, ചില തോട്ട്സൊക്കെ എനിക്ക് ഇത് ശരിയായിരിക്കുമോ, ഇത് കറക്റ്റ് ആയിരിക്കുമോ, അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. അപ്പം അങ്ങനെ എനിക്കങ്ങനെ ഞാൻ കുറേ കാര്യങ്ങൾ ലൈഫിൽ എനിക്ക് മുമ്പ് തോന്നിയിരുന്ന പോലെയല്ല ഇപ്പോൾ തോന്നുന്നത്, കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കറിയാലോ നമ്മൾ എന്തൊക്കെയാണ് ഓരോരോ സമയത്ത് ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പേഴ്സ്പെക്റ്റീവ്സ് ഒക്കെ നമുക്ക് സംസാരിക്കാം. അതൊക്കെയാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കിത് കാണുമ്പോൾ എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റോ എൻഗേജ്മെൻറ്റോ ഒക്കെ കിട്ടുവാണെങ്കിൽ നല്ലത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് ഇതിൻ്റെ താഴെ കമൻ്റായിട്ടോ അല്ലെങ്കിൽ എനിക്ക് DM ആയിട്ടോ ഒക്കെ നിങ്ങൾ അയക്കണം. പിന്നെ അപ്പം അങ്ങനെ നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. ഹലോ, അനദർ ഡേ. അപ്പോൾ മിക്കവാറും വീക്ക്ലി വൺസ് നമ്മളെ പോഡ്കാസ്റ്റിൻ്റെ ഷൂട്ട് ഉണ്ടാവാറുണ്ട്. അപ്പം അതിന് വേണ്ടി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ആക്ച്വലി എനിക്ക് മേക്കപ്പിൽ വലിയ പിടിയില്ല, പക്ഷേ ഞാൻ യൂഷ്വലി പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ചെയ്യുന്ന പോലെയുള്ള ഒരു മിനിമൽ മേക്കപ്പ് ചെയ്തിട്ടാണ് പോവാറ്. ആൻഡ് പോഡ്കാസ്റ്റിനെ പറ്റി അറിയാത്തവർ ഇവിടെയാണ് അതായിട്ട് കേൾക്കുന്നതെങ്കിൽ ഞാനൊരു പോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഫറാഷിബ്ല യൂട്യൂബ് ഒഫീഷ്യൽസിലാണ് ഉള്ളത്. അതിൻ്റെ പേര് യു ഇൻ യു അല്ലെങ്കിൽ യു ഇൻ യു മൈൻഡ്ഫുൾ എന്നാണ് എൻ്റെ പേജിൽ അതുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ കാണണം. ഞാൻ കൂടുതൽ കോൺവെർസേഷൻസ് ഉണ്ടാക്കുന്നത് സൈക്കോളജി, വെൽനെസ് ഒക്കെ റിലേറ്റഡ് ആയിട്ടാണ്. പിന്നെ എനിക്ക് നല്ല പരിചയമുള്ള നന്നായിട്ട് അറിയാവുന്ന കുറച്ച് സെലിബ്രിറ്റീസിൻ്റെ ഒരു ലൈഫ് ഫിലോസഫി കോൺവെർസേഷൻ ഉണ്ട്. അപ്പം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് പോയി കാണണം. സോ ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ട് ഉള്ള കോസ്റ്റ്യൂംസ് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നോക്കാറ്. അപ്പോൾ ദിസ് ഈസ് ഫ്രം എ ബ്രാൻഡ് കോൾഡ് ക്വാപ്പ്. ഓക്കെ, ആൻഡ് ഇങ്ങനെ ആൻറ്റി ഫിറ്റ് ആയിട്ടുള്ള വളരെ ലൂസ് ഫിറ്റ് ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള കോസ്റ്റ്യൂംസാണ് ഞാൻ ഇടാറുള്ളത്. പിന്നെ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. ഹർ നെയിം ഇസ് ആർദ്ര മോഹൻ. അപ്പം ഞാൻ പലപ്പോഴും കണ്ടിട്ട് നമ്മുടെ എല്ലാവരുടെയും ലൈഫിലെ നമ്മളുടെയൊക്കെ ഒരു ശക്തി എന്ന് പറയുന്നത് നമ്മുടെ റിലേഷൻഷിപ്സ് ആണല്ലോ. അത് ഏത് തരം റിലേഷൻഷിപ്പ് ആണെങ്കിലും, പക്ഷെ എപ്പോഴും നമ്മൾ വി ആർ സ്റ്റക്ക് ഫോർ എവർ എന്ന് പറയുന്നത് മിക്കവാറും നമ്മുടെ പാർട്ട്ണർ നമ്മുടെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലായിരിക്കും. അപ്പോൾ അത് വരുന്ന സമയത്ത് ഐ ഹാവ് സീൻ ദാറ്റ് പീപ്പിൾ ആർ കൈൻഡ് ഓഫ് ട്രാപ്ഡ് ഇൻ എ റിലേഷൻഷിപ്പ് ബിക്കോസ് ഓഫ് സോ മച്ച് ലൈക്ക് എന്താ സൊസൈറ്റൽ പ്രഷർ കാരണം, അല്ലെങ്കിൽ കുട്ടികളുള്ള കാരണം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ശരിയായിരിക്കും കേട്ടോ, അങ്ങനെയൊക്കെ തന്നെയാണ്. ഇറ്റ്സ് നോട്ട് ഈസി. നമ്മളൊരു റിലേഷൻഷിപ്പിൽ വന്ന ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞ് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നതും പിന്നെ വേറൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നതും ഒക്കെ ഡിഫിക്കൽട്ട് തന്നെയാണ്. പക്ഷേ ഈ ടോക്സിക് റിലേഷൻഷിപ്സ്, ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് വന്നിട്ട് വേറെ ടോക്സിക് റിലേഷൻഷിപ്പിൽ ചാടി അത് കഴിഞ്ഞ് വേറെ ടോക്സിക് റിലേഷൻഷിപ്പ്, അങ്ങനെ അതൊരു പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് നമ്മൾ പറയില്ലേ, അതായത് ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണെങ്കിലും വീണ്ടും ചൂടുവെള്ളത്തിൽ തന്നെ, വീണ്ടും ചൂടുവെള്ളത്തിൽ തന്നെ, അങ്ങനത്തെ ആൾക്കാരെ തന്നെ അട്രാക്ട് ചെയ്യുക, അങ്ങനത്തെ ആൾക്കാർ അത്. അപ്പം അത് ഈ നമ്മൾ ബാഡ് ബോയ് സിൻഡ്രോം എന്നൊക്കെ പറയില്ലേ, അതായത് നല്ല ആൾക്കാർക്ക് ഇവിടെ പെണ്ണ് കിട്ടില്ല, മോശം ആൾക്കാർക്കാണ് എപ്പോഴും ഗേൾ ഫ്രണ്ട്സും ഒരുപാട് ഗേൾ ഫ്രണ്ട്സും ഒക്കെ ഉള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരു കോൺവെർസേഷൻ നടത്തണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അവർ ഒരുപാട് പേരെ കാണുന്നതല്ലേ. നമ്മളൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ വെൻ്റ് ഔട്ട് സെഷൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതിനെക്കാട്ടിലും വളരെ ലാർജ് ആയിരിക്കും അവരുടെ എക്സ്പീരിയൻസ്. അപ്പോൾ അത്
ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പരിപാടിയുള്ളത്. സോ ഇപ്പം ഞങ്ങൾ ഷൂട്ടിന് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുക. ഞാൻ എപ്പോഴും പറഞ്ഞില്ലേ മിനിമൽ പരിപാടി. ഇപ്പോൾ ലിപ്സ്റ്റിക് ഇട്ട് ജസ്റ്റ് ഒന്ന് ലാഷൊക്കെ ശരിയാക്കിയാൽ ഡൺ. ഓക്കെ, സീ യു ഗൈസ്. ഹേയ്, അപ്പോൾ ഒരു സ്കില്ല് മോൻ്റെ കൂടെ പഠിക്കാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. മുമ്പ് സ്വിമ്മിങ് പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഐ വാസ് നോട്ട് വെരി ഗുഡ് അറ്റ് ഇറ്റ്. ഞാൻ അങ്ങനെ ഭയങ്കര വാട്ടർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളുമല്ല. എനിക്ക് ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഭയങ്കര ബഹളമുണ്ട് അല്ലേ. അപ്പോൾ വീണ്ടും സ്വിമ്മിങ് പഠിക്കാം എന്ന് വിചാരിച്ച് വന്നിരിക്കുകയാണ്. ബിക്കോസ് ഐ ഫൈൻഡ് ഇറ്റ് ലൈക്ക് എ വെരി ഗുഡ് എക്സസൈസ്. ബേസിക്കലി ബോഡിക്കും മസിൽസിനൊക്കെ ഭയങ്കര നല്ലതാണ്. അപ്പൊ ഞങ്ങൾ ഇന്ന് ഫസ്റ്റ് ഡേ ആണ്. വാഴക്കാലയുള്ള അക്വാഡക്സിലാണ് ഞങ്ങൾ സ്വിമ്മിങ് പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ആൻഡ് കുറച്ച് ബിസിയാണ്. അപ്പൊ അത് ഇറ്റ്സ് ലൈക്ക് വെരി ബിസിയാണ് എല്ലാ സ്ഥലവും. ആൻഡ് that is actually making us a bit uncomfortable, but let's see, as in no pain no gain nale. Appo പക്ഷെ നല്ല സ്ഥലമാണ് കേട്ടോ. ഇറ്റ്സ് എ നൈസ് പ്ലേസ്. ഇൻഡോർ ആണ്. ഓക്കെ, സോ ഞങ്ങൾ പഠിക്കാൻ പോവാണ്. എങ്ങനെയുണ്ട്, പഠിക്കാൻ പറ്റുമെന്നൊക്കെ നമുക്ക് വഴി അറിയാം. So, first day done, guys. Yeah, it was nice. It was really nice. ഞാൻ ആദ്യം ഇങ്ങനെ കുറച്ച് അൺകംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ. പിന്നെ ഓക്കെ, കുറച്ചൊക്കെ പറ്റുന്നുണ്ട് എന്ന് തോന്നുന്നു. ഇറ്റ്സ് ഓൾ അബൌട്ട് ബ്രെത്ത്. നമ്മുടെയൊക്കെ ശ്വാസകോശം ഒരുവിധം തീരുമാനമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോ ഇറ്റ് വാസ് നൈസ്. സോ ലെറ്റ്സ് സീ എത്ര ദിവസം കൊണ്ടാണ് ഞാനിത് പഠിക്കുന്നതെന്നൊക്കെ ഞാൻ നിങ്ങളോട് പറയാട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യാൻ അങ്ങനെ ബേസിക്സാ പഠിച്ചത്. ബട്ട് ഇറ്റ് വാസ് നൈസ്. ഐ ഫെൽറ്റ് ഗുഡ് ആൻഡ് ഐ ബിലീവ് ഐ ബേൺ സം കാലറീസ് ഓൾസോ. Yeah, and I did kicks and bubbles, and I already. And he was just acting too smart. I was not. ഞങ്ങളുടെ ട്രെയിനറിന്റെ പേര് ദീപു എന്നാണ് കേട്ടോ. ഈസ് വെരി ഗുഡ്, നൈസ്, നല്ലായിരുന്നു. ഞാൻ ആക്ച്വലി ഒരു ഷൂട്ട് കഴിഞ്ഞ് വന്നതാട്ടോ. അതാണ് മുഖത്ത് മേക്കപ്പ് ഒക്കെ. ഞാൻ വിചാരിച്ചു എനിക്ക് എന്തായാലും കൊളാബറേഷൻ ആയിട്ട് ഒക്കെ കുറേ ഇങ്ങനെ ഔട്ട്ഫിറ്റ്സ് ഒക്കെ വരും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പുതിയ ക്ലോത്ത്സ് ട്രൈ ഔട്ട് ചെയ്യണത്, പുതിയ കളേഴ്സ്, അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കാരണം അപ്പം അതൊക്കെ നിങ്ങളെ കാണിക്കാം എന്ന് വിചാരിച്ചു. ചിലതൊക്കെ ഞാൻ പോഡ്കാസ്റ്റിന് യൂസ് ചെയ്യും, ചിലതൊക്കെ ഞാൻ ഫോട്ടോസും വീഡിയോസും ആയിട്ട്, ചിലതല്ല ബാക്കിയെല്ലാം ഫോട്ടോസും വീഡിയോസും ആയിട്ട് ഞാൻ എൻ്റെ പേജിൽ തന്നെ ഇടും. ബട്ട് സ്റ്റിൽ ഐ തോട്ട് ഐ ഷോ യു. I'll tell you the brand also. This is from Kushk Attires. Okay. എനിക്ക് കുർത്താസോ അല്ലെങ്കിൽ സൽവാർ സെറ്റ്സ് ഒക്കെ ആകുമ്പോൾ എപ്പോഴും ആൻറ്റി ഫിറ്റ് ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. ഭയങ്കര ഫിറ്റിംഗ് ആയിട്ട് അങ്ങനെ വലിയ ഇഷ്ടമില്ല, എസ്പെഷ്യലി പോഡ്കാസ്റ്റിന് യൂസ് ചെയ്യാൻ. അപ്പോൾ ദിസ് ഇസ് എ വെരി ബ്യൂട്ടിഫുൾ കളർ. ഇത് ആൻറ്റി ഫിറ്റ് തന്നെയാണ് കേട്ടോ. ഞാൻ കസ്റ്റമൈസ് ചെയ്തതാ. അവരുടെ കയ്യിൽ ഈ പാറ്റേൺ ഉണ്ടായിരുന്നു, ബട്ട് ബാക്കി ഞാൻ കസ്റ്റമൈസ് ചെയ്തതാ. ആൻഡ് ഇതൊരു സാരിയാണ്, കാഞ്ചി കോട്ടൺ സാരി. വരുമ്പോൾ എനിക്ക് എപ്പോഴും ഇങ്ങനെ ട്രഡീഷണൽ വീവ്സ് ആണ് ഇഷ്ടം. ട്രഡീഷണൽ കളേഴ്സും കളർ കോമ്പിനേഷൻസും വീവ്സ് ഒക്കെയാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇത് കാഞ്ചി കോട്ടൺ സാരിയാണ് ഫ്രം ദ ബ്രാൻഡ് റൂഹ്. ദ റൂഹ് എന്നാണ് പേര്. അപ്പോൾ ഈ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് നീലാംബരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡാണ് കേട്ടോ. അത് നമ്മുടെ ജേർണലിസ്റ്റ് ആയിട്ടുള്ള കൃഷ്ണേന്ദു ആണ് ഈ ബ്രാൻഡിൻ്റെ ഓണർ ഓഫ് ദ ബ്രാൻഡ്. അപ്പോൾ ഇത് ജാംദാനി, നല്ലൊരു കോമ്പിനേഷനാണ്. വർക്ക് വെയർ ആയിട്ടും അല്ലാതെ ഒക്കെ ഒരു
ഇതിപ്പോൾ ഇതേപോലെ തന്നെ ഒരു വൈറ്റ് ഒക്കെ അല്ലെങ്കിൽ ഇതേപോലത്തെ ഇതാണെങ്കിൽ വർക്ക് വെയർ ആയിട്ടും അല്ല ഒരു കലംകാരി അങ്ങനെ എന്തെങ്കിലും പ്രിന്റിൻ്റെ ഒക്കെ കൂടെ ഇട്ടാലും. പിന്നെ ബാന്തിനി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡാർക്ക് ഗ്രീൻ ബാന്തിനിയാണ്. ഫുൾ ബോഡി ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ബ്ലൗസും ഇതിൻ്റെ കൂടെ ഉണ്ട്. ദിസ് ഈസ് ഫ്രം ദ ബ്രാൻഡ് കോൾഡ് ഷെയ്ഡ്സ് എന്നാണ് ബുട്ടീക്കിൻ്റെ പേര്. അത് കൊച്ചിയിലുള്ളൊരു ബുട്ടീക്കാണ് കേട്ടോ. ഓൺലൈനും ഓഫ് കോഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് ബാന്തിനിയുടെ ഒരു വലിയ കളക്ഷൻ ഉണ്ട്. കുറേ കളർ കോമ്പിനേഷൻസ്, ന്യൂ കളർ കോമ്പിനേഷൻസ്. ഐ സോ പേർപ്പിൾ ആൻഡ് പാരറ്റ് അങ്ങനെയൊക്കെ നല്ല രസമുണ്ട്. കുറേ ഉണ്ട്. പിന്നെ ഇത് അവരുടെ ഒരു സൽവാർ സ്യൂട്ട് ഇൻ ദ കളർ മെറൂൺ പോലത്തെ കളറ്. പിന്നെ ഇത് റൈസ് ആൻഡ് ഷൈൻ എന്നാണ് ഈ ബുട്ടീക്കിന്റെ പേര് കേട്ടോ. എനിക്ക് കോമ്പിനേഷനോടുള്ളൊരു ഇഷ്ടം കാരണം ഇതിപ്പോൾ കല്യാണി കോട്ടൺ സാരിയാണ്. അല്ലാതെ മഹേശ്വരിയിലൊക്കെ ഈ ഒരു കോമ്പിനേഷൻ ഉണ്ടാവാറുണ്ട്. ഐ ജസ്റ്റ് ലവ് ദിസ് കോമ്പിനേഷൻ സോ മച്ച്. അടുത്തത് ഇതാണ് കേട്ടോ. ഇത് കാതിലോല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് എന്ന് വന്നതാണ്. ദിസ് ഐ തിങ്ക് ദ വീഡിയോ ഇസ് നോട്ട് ഡൂയിങ് ജസ്റ്റിസ് ടു ദ കളർ. ഇറ്റ്സ് എ ബിറ്റ് ഓഫ് ഒരു മെറൂണിൻ്റെ റെഡിൻ്റെ ഇടയിലുള്ള ഒരു കളറാണ്. ആൻഡ് ഇത് കുമാഷ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് എന്ന് വന്നതാണ്. ഒരു ആൻറ്റി ഫിറ്റ് ആയിട്ടുള്ള ഒരു കുർത്ത സെറ്റാണ്. സെറ്റ് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഇപ്പം കറൻ്റ്ലി ഒരു ലാസ്റ്റ് വീക്കൊക്കെ വന്നിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ രസമുണ്ടല്ലോ ഇന്ന് വാങ്ങാലോ എന്നൊക്കെ തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ട് പറയുന്നതാ. നിങ്ങൾക്കൊക്കെ ഇങ്ങനെ പുതിയ ഡ്രസ്സ്, പുതിയ ക്ലോത്ത്സ് ഒക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണോ, എന്താണ് എന്നൊക്കെ ഉള്ളത് കമന്റ് ചെയ്യണം. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഈ വ്ളോഗിൽ എന്താണെന്ന് വെച്ചാൽ അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ വന്ന് ഇവിടെ ഒരു ഓൾമോസ്റ്റ് ഒരു 10-12 ഡേയ്സ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ പ്ലാൻ ഇട്ടു. അമ്മ യൂഷ്വലി വെക്കേഷൻസിന് ദുബായിൽ പോകാറാണ് പതിവ്. അവിടെയാണ് വിജിയുടെ രണ്ടാമത്തെ ഏട്ടനുള്ളത്. അപ്പോൾ അവിടെ പോകാറാണ് പതിവ്. പക്ഷെ ഇത്തവണ ഈ വാർ സിറ്റുവേഷൻ ഒക്കെ ആയതുകൊണ്ട് അമ്മ പോകാൻ വേണ്ടി ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്താൽ പിന്നെ ക്യാൻസൽ ചെയ്തു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഓക്കെ എന്നാൽ ഇവിടെ വന്നിരിക്കും. ബിക്കോസ് അമ്മ അവിടെ എന്ന് വെച്ചാൽ എപ്പോഴും എൻഗേജ്ഡ് ആണ്, എപ്പോഴും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. ബട്ട് അമ്മ ആക്ച്വലി കുറച്ച് റെസ്റ്റൊക്കെ വേണ്ട ഒരു ബിക്കോസ് സയാറ്റിക്ക എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട് അമ്മയ്ക്ക്. അപ്പോൾ ആക്ച്വലി ഇരിക്കാനാണ് കൂടുതൽ പാടില്ലാത്തത്, ബട്ട് സ്റ്റിൽ കുനിയാനൊന്നും പാടില്ല, അധികം ബെൻഡ് ചെയ്യാൻ അങ്ങനെയൊന്നും പാടില്ല. അപ്പം അമ്മയ്ക്ക് പൊതുവേ ഈ ഒരു 2 മാസം പോകുമ്പോൾ അമ്മയ്ക്ക് ഒരു കംപ്ലീറ്റ് റെസ്റ്റ് കിട്ടും. അപ്പോൾ വി തോട്ട് ഓക്കെ ഇങ്ങോട്ട് വന്നാൽ അമ്മയ്ക്ക് കുറച്ച് ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാം. ഇവിടെ അങ്ങനെ വന്ന് നിന്നിട്ടില്ല. ബിക്കോസ് ഞങ്ങളിവിടെ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷമുള്ള എല്ലാ വെക്കേഷൻസിലും അമ്മ ദുബായിൽ പോവാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം അങ്ങനെ വന്ന് നിന്നിട്ടില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ പോയി അമ്മേനെ കൊണ്ടുവന്നു. അപ്പം ഞങ്ങളിങ്ങനെ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തു. ഞങ്ങൾ ആക്ച്വലി സ്പീക്കിംഗ് ഭയങ്കര ഹോം ബേർഡ്സ് ആണ്, ഭയങ്കര ബോറിങ് ആൾക്കാരാണ്. അങ്ങനെ എപ്പോഴും പുറത്തു പോവാ എക്സ്പ്ലോർ ചെയ്യുക അതൊന്നുമില്ല. ചില സമയത്തൊക്കെ വേണം എന്ന് വിചാരിക്കും, പക്ഷെ നടക്കാറില്ല. ചില സമയത്ത് തോന്നാറുമില്ല. അപ്പോൾ അമ്മ വന്നപ്പോൾ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി. അങ്ങനെ കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ചോറ്റാനിക്കര ലാസ്റ്റ് ടൈം അമ്മ അതേപോലെ ഒരു 2 ദിവസത്തിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് പോകാൻ വിചാരിച്ചിട്ട് പറ്റിയില്ല. അങ്കിളിൻ്റെ ആൻറ്റീൻ്റെ ഒക്കെ കൂടെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു. അപ്പോൾ അന്ന് വാട്ടർ മെട്രോയിൽ പോയി. അമ്മയ്ക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഇത്തവണ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഫോർട്ട് കൊച്ചിയിൽ പോകാം. എനിക്കും ഫോർട്ട് കൊച്ചി ഞാൻ ഷൂട്ടൊക്കെ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. ഷൂട്ട് ചെയ്യും, തിരിച്ചു വരും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പന്തലിലൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ പന്തലിൽ പോകാം, അങ്ങനെ തിരിച്ചു വരും. അല്ലാതെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പം ബിനാലയുടെ സമയത്ത് ഞാൻ ഇങ്ങനെ പോകണമെന്ന് കുറേ വിചാരിച്ചു, പക്ഷെ നടന്നില്ല. ബിനാലെ കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെ. ഐ നോ ഇറ്റ്സ് ഷെയിം ബട്ട് അപ്പം ഞങ്ങൾ വിചാരിച്ചു ഓക്കെ പോവാം. അപ്പം ഞങ്ങളിങ്ങനെ കുറച്ച് കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തു, ഇന്ന സ്ഥലത്ത് പോകണം എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പം അതൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. എല്ലാം ഫുൾഫിൽ ചെയ്തോ ചോദിച്ചാൽ മേ ബി ഇല്ല, ബട്ട് ഇറ്റ് വാസ് എ വെരി നൈസ് ഡേ, വെരി ഗുഡ് ഡേ.
സിനിമ 1988 റിലീസായ ഒരു സിനിമയാണ് കേട്ടോ. ബട്ട് ഇറ്റ് ഇസ് സ്റ്റിൽ സോ റെലവെൻറ്റ്. അതായത് ഒരുപാട് ഡയലോഗ്സിലൂടെ അല്ല ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ സാധാരണക്കാരനായ എന്നാൽ വളരെ റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലുള്ള ഒരു ഹസ്ബൻഡും ഒരു വീട്ടമ്മയും. എന്നിട്ടൊരു പെട്ടെന്നൊരു ദിവസം അവർ ആ വീട്ടിലൊരു മെക്കാനിക്കിൻ്റെ കൂടെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒളിച്ചോടി പോവാണ്. അപ്പോൾ നമുക്ക് തോന്നും ഷീ ബേസിക്കലി ഹാഡ് എവറിത്തിങ്. കുട്ടികളുണ്ടായിരുന്നു, വീട്, വലിയ വീട്, വീട്ടിൽ മെയ്ഡ്, പിന്നെ വീട്ടിൽ കാറ്, നല്ല റെസ്പെക്റ്റ്ഫുൾ പൊസിഷനിലുള്ള ഒരു ഹസ്ബൻഡ്. ബട്ട് ഐ ഡോണ്ട് നോ, ലൈക്ക് ഷീ ഫെൽറ്റ് ബോറിങ്. അല്ലെങ്കിൽ പുള്ളി ഒരു വളരെ എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരാളായിരുന്നില്ല, കുറച്ച് കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ആൻഡ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഒരാൾ ശരി ഒരാൾ തെറ്റെന്ന് പറയുന്നേ ഇല്ല. രണ്ട് ഭാഗവും നമുക്ക് മനസ്സിലാവും. നമുക്ക് ആരുടെ ഭാഗത്താണ് ശരി തെറ്റെന്ന് മനസ്സിലാവില്ല. ഒരാൾക്ക് സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത് ഒരുപക്ഷെ അയാളുടെ കുട്ടിക്കാലത്തുള്ള അയാളുടെ ലൈഫ് കൊണ്ടോ അല്ലെങ്കിൽ അയാൾ അതാണ് ശരിയെന്ന് വിചാരിക്കുന്നതുകൊണ്ടോ ആയിരിക്കാം. അയാൾക്ക് സ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ല എക്സ്പ്രസ് ചെയ്യാത്തതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ എല്ലാ സമയത്തും പറയാറുണ്ട് എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ സ്നേഹം എന്തിനാണ് എന്നല്ലേ. അപ്പം അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് പറയുന്നുണ്ട്. അതേ സമയത്ത് ഷീ ഹാഡ് എവറിത്തിങ്. ആൻഡ് ഈ ഒരു പർട്ടിക്കുലർ ഡിസിഷൻ കൊണ്ട് എവറിത്തിങ് ഇസ് ഗോണ ചേഞ്ച് അല്ലേ. അവരുടെ കുട്ടികൾക്ക്, അവരുടെ ഹസ്ബൻഡിന്, അവർക്ക് പെട്ടെന്ന്, അതായത് ഒരു എക്സൈറ്റ്മെൻറ്റ് വേണം ലൈഫിൽ. ഒരു ബോറിംഗ് ആയിട്ടുള്ള ലൈഫിൽ അതൊരു എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള ലൈഫ് വേണം എന്ന് തീരുമാനിച്ച് പെട്ടെന്ന് എടുക്കുന്ന ഒരു ഡിസിഷനാണ്. ആൻഡ് ഷീ വിൽ റിഗ്രറ്റ് ഇറ്റ്. പക്ഷേ റിഗ്രറ്റ് ചെയ്താലും എത്രത്തോളം നമുക്ക് അങ്ങനത്തെ ഡിസിഷൻസ് ലൈഫിൽ എടുത്തു കഴിഞ്ഞാൽ അത് മാറി ചിന്തിക്കാൻ പറ്റും എന്നുള്ളതൊരു ചോദ്യമാണ്. അപ്പോൾ എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നി ഇത് 88 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ലോങ് ബാക്ക് അല്ലേ. എത്രയും മുന്നെടുത്തൊരു സിനിമയാണെങ്കിലും ദിസ് ഇസ് വാട്ട് വി കോൾ ക്ലാസിക്സ്. എല്ലാ കാലത്തും റെലവൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. നിങ്ങൾ ആരെങ്കിലും ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആണ് കേട്ടോ. സോ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സിനിമയാണ്. ഭയങ്കര സൈക്കോളജിക്കലി ഇവോൾവ് ചെയ്യുന്നൊരു സിനിമയാണ്. ഒരുപാട് ഡയലോഗ്സ് ഇല്ലാതെ എങ്ങനെ, നിങ്ങളിപ്പം സിനിമയൊക്കെ പഠിക്കുന്ന ആൾക്കാരാണ്, സിനിമ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഒരുപാട് ഡയലോഗ്സ് ഇല്ലാതെ എങ്ങനെയാണ് ഒരു സിനിമയിൽ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ഈ സിനിമ കണ്ടാൽ മനസ്സിലാവും. ദർ ആർ വെരി ലെസ് ഡയലോഗ്സ്. പക്ഷേ വളരെ സട്ടിലായിട്ടുള്ള കാര്യങ്ങൾ കൂടെ നമുക്ക് ഓരോ മനുഷ്യരുടെ സ്വഭാവം മനസ്സിലാവും, അവരവിടെ അനുഭവിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവും, ഒരാൾ എന്തിനാണ് ട്രൈ ചെയ്യുന്നതെന്ന് മനസ്സിലാവും. അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സിനിമയാണ്. സോ ടു വാച്ച്. ഐ ജസ്റ്റ് വാണ്ട് ടു ടെൽ യു, നടക്കുക എന്നുള്ളതുണ്ടല്ലോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇപ്പോൾ നിങ്ങൾ വെയ്റ്റ് ലോസ് അല്ല, നിങ്ങൾക്ക് വെയ്റ്റ് ലോസ് ചെയ്യണം എന്നൊന്നുമില്ല, വാട്ട് എവർ ലൈക്ക്. ആൻഡ് മെനി പീപ്പിൾ സേ ദാറ്റ് വാക്കിംഗ് ഇസ് നോട്ട് ലൈക്ക് എ കംപ്ലീറ്റ് വർക്കൗട്ട്, ബട്ട് ഇറ്റ് വിൽ സോർട്ട് എ ലോട്ട് ഓഫ് തിങ്സ് ആസ് ഇൻ യുനോ. നിങ്ങൾ മെൻ്റലി കുറച്ചും കൂടെ ആ ഒരു ഫ്രഷ് എയർ ആൻഡ് യുനോ ആ മൂവ്മെൻറ്റ് വിൽ ഹെൽപ്പ് യു സോ മച്ച്. സോ ഐ എം സെയിങ്, ഇപ്പം എന്നോട് 10K നടക്കണം എല്ലാ ദിവസവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എനിക്ക് പലപ്പോഴും പറ്റാറില്ല. ഫുൾ ഡേയിലെ ബാക്കി, അതായത് ഇങ്ങനെ വർക്കൗട്ടിന് വേണ്ടി മാത്രം 10K നടക്കലൊന്നും പലപ്പോഴും പറ്റാറില്ല. ബട്ട് സ്റ്റിൽ ഐ മേക്ക് ഷുവർ ദറ്റ് അറ്റ്ലീസ്റ്റ് ഐ വിൽ കം ഡൗൺ ആൻഡ് വാക്ക് ലൈക്ക് 3-4 rounds, which is very important. Just start it because that's the easiest thing you can do, and you will just soon after the walk you will just feel so good, and that is so important.